ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളിൽ ഒരാളായ അനുപമയുടെ ഫേസ്ബുക്ക് പേജിൽ വീണ്ടും വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അനുപമയുടെ പേജ് മറ്റാരോ ഹാക്ക് ചെയ്ത ദുരുപയോഗം ചെയ്തു എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അനുപമയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മികച്ച സാങ്കേതിക പരിജ്ഞാനം ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കൃത്രിമമായി ദൃശ്യങ്ങൾ ഉണ്ടാക്കിയതിന് പിടിക്കപ്പെട്ടതോടെയാണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിലച്ചത്. മെയ് മാസത്തിൽ തുടങ്ങിയ പേജിൽ നവംബർ 17-നാണ് അനുപമ പത്മൻ എന്ന പേരിലേക്ക് മാറ്റിയത്. അനുപമയ്ക്ക് മറ്റൊരു ഫേസ്ബുക്ക് പേജുമുണ്ട്. ഓഗസ്റ്റ് മാസത്തിലാണ് അതിൽ അവസാനമായി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി പ്രതികൾ സഞ്ചരിച്ച കാർ കണ്ടതായി പറഞ്ഞവരിൽ ചിലരുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തി. ഇവരുടെ മൊഴിയിലുള്ള പ്രദേശത്തെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും ശേഖരിച്ചു. അറസ്റ്റിലായ ചാത്തന്നൂർ സ്വദേശി പത്മകുമാറിനെയും ഭാര്യ അനിതകുമാരിയെയും മകൾ അനുപമയെയും നാളെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രതികളുടെ സാമ്പത്തിക ബാധ്യതയുടെ വിശദാംശങ്ങളും സമീപകാലത്തെ ഫോൺ വിളികളും പരിശോധിക്കും. അതേസമയം ഓയൂരിലെ തട്ടിക്കൊണ്ടുപോകലിൽ നാലാമന് പങ്കുണ്ടോ എന്നതാണ് ക്രൈംബ്രാഞ്ച് പ്രധാനമായും അന്വേഷിക്കുക. അതിനിടെ അനുപമയ്ക്ക് കുറ്റകൃത്യത്തിൽ കൂടുതൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. യൂട്യൂബർ കൂടിയ അനുപമയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നല്ല സാങ്കേതിക പരിജ്ഞാനം ഉണ്ടായിരുന്നതാണ് റിപ്പോർട്ടുകൾ. കൃത്രിമമായി ദൃശ്യങ്ങൾ ചമച്ച് പിടിക്കപ്പെട്ടതോടെയാണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിലച്ചതെന്നാണ് കണ്ടെത്തൽ. ഇതിനുശേഷമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. കേസിന്റെ തുടരന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഡിവൈഎസ്പി MM ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസും ഡിവൈഎസ്പി MM ജോസാണ് അന്വേഷിച്ചത്. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകി. ഇതിന് സമാനമായി ഈ കേസിലും അതിവേഗ കുറ്റപത്രം നൽകാനാണ് പദ്ധതി. ഇതിലൂടെ പ്രതികൾ ജാമ്യത്തിലിറങ്ങുന്നത് തടയാമെന്നാണ് പ്രതീക്ഷ. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് അന്വേഷണ സംഘം കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. പത്മകുമാറിനെ താമസിപ്പിച്ചിരിക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള സെല്ലിലാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ G സന്ദീപാണ് സെല്ലിൽ ഒപ്പമുള്ളത്. പത്മകുമാറിന്റെ സുരക്ഷയെ കരുതിയാണ് അതീവ സുരക്ഷാ സെല്ലിലേക്ക് മാറ്റിയതെന്ന് പൂജപ്പുര സെൻട്രൽ ജയിൽ അധികൃതർ പറഞ്ഞു. സെല്ലിൽ 24 മണിക്കൂറും ജീവനക്കാരുടെ നിരീക്ഷണമുണ്ട്. CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. പൂജപ്പുര ജയിലിൽ അതീവ സുരക്ഷയുള്ള 6 സെല്ലുകളാണുള്ളത്. കൊല്ലം കളക്ടറേറ്റിൽ സ്ഫോടനം നടത്തിയവർ ഉൾപ്പെടെ ഗുരുതരമായ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് അതീവ സുരക്ഷാ സെല്ലിലുള്ളത്. പത്മകുമാറിനെ മറ്റു പ്രതികൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയത്. ശാന്തമായാണ് പത്മകുമാർ പെരുമാറുന്നതെന്നും ജയിൽ അധികൃതർ പറയുന്നു. ആരോടും അധികം സംസാരിക്കാറില്ല. കഴിഞ്ഞ ദിവസം അഭിഭാഷകനെത്തി പത്മകുമാറുമായി സംസാരിച്ചു. പത്മകുമാറിന്റെ ഭാര്യ MR അനിതകുമാരി, മകൾ P അനുപമ എന്നിവർ അട്ടകുളങ്ങര വനിതാ ജയിലിലാണുള്ളത്.